നേരത്തെ പറഞ്ഞതുപോലെ ഷൈൻ ടോം ചാക്കോയുടെ പിതാവ് വാഹനാപകടത്തിൽ മരണപ്പെട്ടിരിക്കുന്നു. ഷൈനും പരിക്കുണ്ടായെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. തിയോഫിൻ നമ്മളോടൊപ്പം ചേരുകയാണ് വാർത്തയുടെ വിവരങ്ങളുമായി. തിയോഫിൻ, ഏറെ വേദനിപ്പിക്കുന്ന സംഭവമാണ്. ഷൈൻ ടോം ചാക്കോയുടെ പിതാവ് വാഹനാപകടത്തിൽ മരണപ്പെട്ടിരിക്കുന്നു എന്നത്. ഷൈനും അമ്മയ്ക്കും ഒക്കെ പരിക്കുണ്ടായെന്നാണ് അറിയാൻ കഴിയുന്നത്. എവിടെ വെച്ചാണ് ഈ അപകടം സംഭവിച്ചത്? എപ്പോഴായിരുന്നു? മനു, ഇവർ ഷൈൻ ടോം ചാക്കോ കുടുംബത്തോടൊപ്പം ബാംഗ്ലൂരുവിൽ പോയി മടങ്ങുമ്പോഴായിരുന്നു അപകടമെന്നാണ് അറിയുന്നത്. ഷൈൻ്റെ പിതാവ് CP ചാക്കോ ഈ അപകടത്തിൽ മരിച്ചു. ഇവരുടെ കാറ് അതായത് ബാംഗ്ലൂരിൽ നിന്ന് മടങ്ങി വരുന്ന വഴി സേലത്ത് വെച്ചാണ് അപകടം ഉണ്ടായതെന്നാണ് അറിയാൻ കഴിയുന്നത്. ഷൈൻ്റെ പിതാവും അമ്മയും സഹോദരനും വാഹനത്തിലുണ്ടായിരുന്നു. ഇവരുടെ വാഹനത്തിന് മുന്നിലായി പോയിരുന്ന ഒരു ലോറിക്ക് പിന്നിൽ ഈ കാർ ഇടിക്കുകയായിരുന്നു എന്നാണ് സംഭവം കണ്ടവർ പിന്നീട് പറഞ്ഞത്. രാവിലെ 7 മണിയോടെ തമിഴ്നാട്ടിലെ കൃഷ്ണഗിരിക്ക് അടുത്ത് പാൽക്കോട്ട് എന്ന സ്ഥലത്തായിരുന്നു അപകടം ഉണ്ടായത്. ഷൈൻ ടോമിൻ്റെ 2 കൈകൾക്കും വളരെ കാര്യമായി തന്നെ പരിക്കേറ്റിട്ടുണ്ടെന്നാണ്, കൈക്ക് ഫ്രാക്ചർ ഉണ്ടെന്നാണ് അറിയുന്നത്. പിതാവ് ഈ അപകടം നടന്ന ഉടനെ തന്നെ മരിക്കുകയും ചെയ്തു. അമ്മയ്ക്കും ചെറുതായി പരിക്കുണ്ടെന്നാണ് വിവരം. ഇവർ ബാംഗ്ലൂരിൽ നിന്ന് ചികിത്സയുടെ ഭാഗമായി ബാംഗ്ലൂരിലേക്ക് പോയി മടങ്ങി വരുമ്പോഴാണ് അപകടം എന്നാണ് അറിയുന്നത്. എന്തായാലും ഒരു ബംഗളൂരുവിലേക്കുള്ള യാത്ര അതിൽ വളരെ അതിലൊരു വ്യക്തതയുണ്ടോ? കാരണം ഷൈൻ ടോം ചാക്കോ തൻ്റെ ഈ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം മാറി വരാനായി അത് ചികിത്സ നേടി തിരിച്ചു വരാൻ ശ്രമിക്കുന്നതിനിടയിലാണ് മനു ആദ്യം പോകുമ്പോഴായിരുന്നു എന്നറിയുന്നുണ്ടെങ്കിൽ പിന്നീട് അറിഞ്ഞത് ഈ പോയ ശേഷം മടങ്ങി വരുമ്പോഴാണ്. എന്തായാലും ആ കാര്യത്തിൽ, അതായത് പോകുമ്പോഴാണോ മടങ്ങി വരുമ്പോഴാണോ എന്നതിൽ കൂടി ഒന്നുകൂടി വ്യക്തത നമുക്ക് വരാനുണ്ട്. പക്ഷേ ഇപ്പോൾ അറിയുന്നത് മടങ്ങി വരുമ്പോഴായിരുന്നു സംഭവം എന്നറിയുന്നുണ്ട്. എന്തായാലും ഒന്നുകൂടി നമുക്ക് ആ കാര്യം സ്ഥിരീകരിക്കേണ്ടതുണ്ട്. ബാംഗ്ലൂരിലേക്കുള്ള യാത്രക്കിടയിലാണ് എന്തായാലും ഈ സംഭവം, അല്ലെങ്കിൽ ബംഗളൂരു യാത്രക്കിടയിലാണ്, അതും ചികിത്സാർത്ഥമാണ് പോയതെന്നാണ് അറിയുന്നത്. വളരെ ദാരുണമായൊരു സംഭവം ഉണ്ടായിരിക്കുന്നു. അപകട സമയത്ത് തൽക്ഷണം തന്നെ ഈ ഷൈൻ്റെ പിതാവ് ചാക്കോ ഷൈൻ ടോം ചാക്കോയുടെയും അമ്മയുടെയും പരിക്ക് എങ്ങനെയുണ്ട്? ഗുരുതരമാണോ? ഏത് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത് എന്നതടക്കമുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? മനു, ആശുപത്രിയിൽ വളരെ അടുത്ത്, അതായത് കൃഷ്ണഗിരിയിൽ അടുത്തുള്ള ഒരു ആശുപത്രിയിൽ തന്നെയാണ്. പക്ഷേ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമായി വരുന്നതേ ഉള്ളൂ. കാരണം വളരെ ദാരുണമായൊരു സംഭവം ഉണ്ടായിരിക്കുന്നു. ഷൈൻ ടോം ചാക്കോയുടെ കൈകൾക്കാണ് പരിക്ക്, കയ്യിൽ ഫ്രാക്ചർ ഉണ്ടെന്നാണ് അറിയുന്നത്. അമ്മയ്ക്കും പരിക്കുണ്ട്. പരിക്കിനെക്കുറിച്ച് മറ്റ് എത്രത്തോളം പരിക്കിന് ഗൗരവമുണ്ടെന്നതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. എന്തായാലും ഏറ്റവും ദാരുണമായൊരു വാർത്ത പങ്കുവയ്ക്കാനുള്ളത് ഷൈൻ ടോം ചാക്കോയുടെ പിതാവ് ഈ വാഹനാപകടത്തിൽ മരണമടഞ്ഞിരിക്കുന്നു എന്നതാണ്. മനു, ചികിത്സാർത്ഥമാണ് പോയതെന്ന് കേൾക്കുന്നു. ഈ പറയുന്നത് പോലെ ലഹരി വിമുക്ത ചികിത്സയൊക്കെ നേരത്തെ ബംഗളൂരിലാണല്ലോ നടത്തിക്കൊണ്ടിരുന്നത്. അതിന്റെ ഭാഗമായിട്ടായിരുന്നു ആ യാത്ര? തീർച്ചയായും മനു, അതായത് ഈ ഷൈൻ്റെ കുടുംബം, പിതാവും മാതാവും ഒക്കെ അവർ തൃശ്ശൂരിലാണ്, തൃശ്ശൂർ സ്വദേശികളാണ് ശരിക്കും. ഇവർ തൃശ്ശൂരിൽ നിന്നാണ് ബാംഗ്ലൂരിലേക്ക് പോയതെന്നാണ് അറിയാൻ കഴിയുന്നത്. ചികിത്സാർത്ഥം തന്നെ, അതായത് ഷൈൻ ടോമിൻ്റെ ചികിത്സാർത്ഥം തന്നെയാണ് ബാംഗ്ലൂരുവിൽ പോയി വരുന്നതായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ചികിത്സയ്ക്ക് വേണ്ടിയുള്ള ഒരു യാത്ര അങ്ങോട്ട് പോകുന്ന വഴിയാണോ തിരിച്ചാണോ എന്നുള്ളത് ഒന്നുകൂടി നമുക്കത് വ്യക്തമാകേണ്ടതുണ്ട്. പക്ഷേ ആദ്യം ബാംഗ്ലൂരിലേക്കുള്ള യാത്രക്കിടെ എന്നറിഞ്ഞെങ്കിലും പിന്നീട് അറിഞ്ഞത് ഈ യാത്ര ബാംഗ്ലൂരിൽ പോയി മടങ്ങി വരുമ്പോഴാണ് എന്നാണ്. എന്തായാലും കേരളത്തിൽ, അതായത് നേരത്തെ നമുക്കറിയാം ഷൈൻ ടോമിനെ ഇടുക്കിയിൽ ചികിത്സിച്ചിരുന്നു. അതിനുശേഷമാണ് പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട്, അതായത് പൂർണ്ണമായും ഈ തനിക്ക് ലഹരിയിൽ നിന്ന് മോചനം നേടണമെന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് തന്നെ കുടുംബത്തിൻ്റെ പിന്തുണയോടുകൂടിയുള്ളൊരു ചികിത്സ ഷൈൻ ടോം നടത്തി വരികയായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ, അതായത് വളരെ വലിയൊരു പിന്തുണ തിരിച്ചുവരവിന് വേണ്ടി, കാരണം ഈ പറഞ്ഞ തനിക്ക് താൻ ഈ ഒരു ലഹരിക്ക് അടിമപ്പെട്ടു പോയതെന്ന് ഷൈൻ ടോം പറയുകയും ചെയ്തു. അപ്പോൾ അതിന് കുടുംബത്തിൻ്റെ ഒരു പിന്തുണ, നേരത്തെ നമുക്കറിയാം ഈ സിനിമാ സംഘടനകളുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയ്ക്ക് ഉൾപ്പെടെ കുടുംബം എത്തിയിരുന്നു. അവർ മാതാപിതാക്കളും ഒപ്പം എത്തുകയാണ് ചെയ്തിരുന്നത്. അത്രയും പിന്തുണ കുടുംബം നൽകുന്നുണ്ട്. അങ്ങനെ മകനെ തിരിച്ചു കിട്ടുന്നതിന് അദ്ദേഹത്തിന് ഒരു ആഗ്രഹമുണ്ട്. ഷൈൻ ടോം ചാക്കോയ്ക്ക് തിരിച്ചു വരണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അതിനു വേണ്ട ചികിത്സയ്ക്കും മറ്റു കാര്യങ്ങൾക്കും വേണ്ട എല്ലാ പിന്തുണയുമായി കുടുംബം എപ്പോഴും ഒപ്പം ഉണ്ടായിരുന്നു, മാതാപിതാക്കൾ ഒപ്പം ഉണ്ടായിരുന്നു. അങ്ങനെ ചികിത്സയ്ക്ക് പോകുമ്പോഴും ഇവരുണ്ടായിരുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ ഈ ഒരു ദാരുണമായ സംഭവം ഉണ്ടാകുന്നത്. മറ്റു വിവരങ്ങൾ നമുക്ക് ലഭ്യമായി വരുന്നതേ ഉള്ളൂ മനു. ശരി.
ഏറെ ദാരുണമായൊരു സംഭവം, വേദനിപ്പിക്കുന്ന സംഭവം. ഷൈൻ ടോം ചാക്കോയുടെ പിതാവ് വാഹനാപകടത്തിൽ മരണപ്പെട്ടിരിക്കുന്നു. ഷൈനും അമ്മയ്ക്കും പരിക്കുണ്ട്. ആശുപത്രിയിൽ ചികിത്സയിലാണ്. പരിക്കിന്റെ ആഴം നമുക്കറിയില്ല, ഗുരുതരമാണോ എന്നറിയില്ല. അല്പസമയത്തിനകം തന്നെ അതിലൊരു വ്യക്തത വരും. ബംഗളൂരു യാത്രക്കിടെയാണ് അപകടമുണ്ടായതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തമിഴ്നാട്ടിലെ സേലത്ത് വച്ചാണ് ഈ ദുരന്തം സംഭവിച്ചത്. വിവരങ്ങളാണ് തിയോഫിൻ നൽകിയത്.